ഈ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ബോധർ ചെയ്യാനോ കൊണ്ടു നടക്കാനോ അനുവദിക്കില്ല അല്ലെ? ഭയങ്കര പ്രശ്നമാണ്. നമ്മളത് കൊണ്ടുനടന്നതിനാല് അത് തീർത്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് വഴക്കുണ്ടാക്കിയാൽ പോലും അതെന്റെ ടീമിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം. ഞാൻ അവിടുത്തെ പ്രോഗ്രാമിംഗ് ഉണ്ടാണ്. ചില സമയം നമുക്ക് വളരെ ഹാർഷ് ആയിട്ട് പെരുമാറേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ ലീഡർഷിപ്പിൽ. പിന്നെ ലീഡർഷിപ്പിൽ നമുക്ക് എന്റെ ടീമിനകത്തല്ല, എന്റെ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് വളർന്നതാണ്. 22 വർഷം ഞാൻ എത്തുന്നതിന് മുമ്പ് എത്തിയ ആളാണ്. ഞാൻ എത്തുന്നതിന് മുമ്പ് എത്തിയ ആളാണ് ജോൺ. അപ്പൊ അവരൊക്കെ ഓൾറെഡി നമ്മുടെ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അവരുടെ അങ്ങനെ പറയേണ്ടി വരാറ് പോലും ഇല്ല. അൺലെസ് ഒരു ലീവിന്റെ ഒക്കെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വന്നാൽ പ്രശ്നം വരും. പക്ഷെ ഹാർഷായിട്ട് പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സൈഡ്, നമ്മുടെ ഡിജിറ്റൽ സൈഡ് ഒക്കെ നമുക്ക് വളരെ ഹാർഷ്. കാരണം ചില സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ അതുപോലും പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോധറേഷൻ ആണ്. എനിക്ക് മോശമായി പോയി. മറ്റേതാണ് അധിപനാണ് എല്ലാവരോടും പറഞ്ഞേ. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് വിളിച്ചിട്ട് അവളെ കൂടി തന്തയ്ക്ക് വിളിച്ച് സമാധാനം വന്നത്. അല്ല അതങ്ങനെ ഒരു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബോധറേഷൻ ഉണ്ട്. എനിക്ക് പലപ്പോഴും അത് തീർക്കണം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര പ്രശ്നമാണ്. ഞാൻ മിഥുൻ രമേശ് ഒരു ഫിൽമോഗ്രഫി കുറച്ച് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, ഞാൻ 2 പറയും, അതിൽ 1 ചൂസ് ചെയ്യണം. അറിയാലോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, നമ്മൾ വെട്ടം സെവൻസ്, വെട്ടം ഡയമണ്ട് നെക്ലേസ്, വെട്ടം റൺ ബേബി റൺ, റൺ ബേബി റൺ, റൺവേ, അതിന്റെ ഒരു ഒന്ന് പേഴ്സണൽ റീസൺസ് ഒരുപാടുണ്ട്. അതെന്ന് വെച്ചാൽ ലാലേട്ടനുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് സീൻ ചെയ്യണം. നിങ്ങൾക്ക് എന്റെ ആരാധന അറിയാൻ തോന്നുന്നു. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. ആൻഡ് ഇൻ ദ സെയിം വേ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കുട്ടിക്കാലം തൊട്ട് ഈ ആരാധന തോന്നുന്നു നമുക്കൊരു മറ്റേ മമ്മൂട്ടി മോഹൻലാൽ ഫാക്ഷന്റെ ആളായിരുന്നു ഞാൻ. മമ്മൂക്ക് എന്റെ മുഖത്ത് വീർന്നു. പിന്നെ പുള്ളിയുടെ ആരാധകരാണെന്നുള്ളത് പറഞ്ഞാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും സൗഹൃദമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ അതിലാണ് എനിക്ക് ലാലേട്ടന്റെ കൂടെ സ്ട്രെയിറ്റ് ഫേസ് ടു ഫേസ് നിന്ന് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. അതായത് ഒരു ആരാധകൻ മാറിയിട്ട് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ എന്നുള്ളതിന്റെ എന്താണെന്നുള്ളതുണ്ടല്ലോ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. നമുക്ക് അതിന് മുമ്പ് വേറെ ഇപ്പൊ മുരളി സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഫൺവേയില്. എനിക്ക് മുരളി സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഞാൻ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ ഞാൻ ഇത്രയും പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. പക്ഷെ ഇതിന്റെ കുട്ടിക്കാലത്ത് എന്റെ ആഗ്രഹമാണ് അവിടെ നടന്നത്. അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എനിക്ക് ഫസ്റ്റ് ഇതുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇന്ററാക്ഷൻ ഇല്ല. 2 സീക്വൻസിൽ തന്നെ ലാലേട്ടത്ത് നേരിട്ട് ഇടപഴകുന്നത് പോലും ഉള്ളൂ. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുമ്പോഴും അപ്പോഴും നമ്മൾ കുട്ടിയാണല്ലോ. നമുക്ക് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ആക്ടർ ആയത് ഞാൻ എപ്പോഴും പറയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ എനിക്കൊരു പ്രോപ്പർ ക്യാരക്ടർ സ്ട്രെയിറ്റ് ടു ദ ഫേസ് ലാലേട്ടനായിട്ട് ഓൾമോസ്റ്റ് മറ്റേ ഒടക്കൊണ്ടാൻ അങ്ങനെ പറയാൻ പറ്റില്ല വേണോ എന്ന് പറയുന്ന രീതിയിൽ പറയുകയും ഇങ്ങനെ നമ്മള് ജോഷ് സാറിന്റെ അവിടുത്തെ ഒരു സംഭവമുണ്ട്. ജോഷ് സാർ പെർഫോം ചെയ്യാൻ പറയും. ജോഷ് സാർ ഒരു സ്റ്റേക്ക് എടുത്തിട്ട് ജോഷ് സാറിന് വേണ്ടത് ഇട്ടില്ലേ. ജോഷ് സാർ അഭിനയിച്ച് കാണിച്ചിരുന്നില്ല. ജോഷ് സാർ നന്നായിട്ട് ചെയ്യും, പെർഫോം ചെയ്ത് പറയാം. പെർഫോം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസാ. അതായത് നിങ്ങള് ഇനി ചെയ്തോ, മറ്റേ സട്ടിലിറ്റി ഒന്നും പിടിക്കണ്ട, നിങ്ങൾ ചെയ്തോ. ഇത് പറഞ്ഞേക്കുന്നത് എന്നോടെന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. അപ്പുറത്തേക്കുന്നതേ മോഹൻലാലാണ്. അപ്പൊ പുള്ളിയുടെ ഈ പെർഫോം ചെയ്തോളം പറഞ്ഞു കഴിയുമ്പോ പുള്ളി പെർഫോം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ സീൻ ഇപ്പോഴെങ്കിലും ഇനി ഇരുന്ന് കാണുകയാണെങ്കിൽ ആ പാർക്കിംഗ് ലോട്ടിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ കൃഷ്ണകുമാറിനെ ആദ്യം കാണുന്ന അമലെ പിന്നെ കാണുന്ന സീക്വൻസിൽ ലാലേട്ടൻ പറയുന്ന സീക്വൻസ് ഞാൻ പേടിക്കുന്നത് ജെനുവിനാണ്. അതിനകത്ത് ഒരംശം പോലും അഭിനയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് റൺ ബേബി റൺ ഭയങ്കര ക്ലോസ് ടു ആർട്ടാണ് കുറച്ചുകൂടി. ജോഷ് സാറിന്റെ പടം എന്നുള്ളതും പിന്നെ ഈ പറയുന്ന ഇത് വെട്ടമാണ് ഇന്നും എന്റെ ആൾക്കാർ തിരിച്ചറിയുന്ന പടം. ഇന്നും ആൾക്കാര് ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ റൺ ടൈം ഓൺ സോഷ്യൽ മീഡിയ, ഓൺ യൂട്യൂബ്, ഓൺ ടെലിവിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടത്തിനാണ്. ഞാനതൊരു മറ്റൊരു റൗണ്ട് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ ഇപ്പൊ ഈ സന്ദർഭം ഇങ്ങനെ വന്നോണ്ട് പറയാണ്, ഇപ്പോഴും മിഥുനിലെ കുട്ടിക്ക് കൗതുകം മാറാത്തൊരു മാജിക് ആണല്ലേ മോഹൻലാൽ? ഞാൻ ഖത്തർ ഷോ കഴിഞ്ഞിട്ട് എനിക്കിപ്പോ മറ്റൊരു ഷോ ഒന്നും പോകാൻ പറ്റില്ല. കാരണം ലാലേട്ടന്റെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലാലേട്ടന്റെ റൂളുണ്ട്. ലാലേട്ടന്റെ അവിടെ നമുക്ക് വെറുതെ പോയി ചെന്ന് ഞാൻ തരികടല്ലോ. ഞാൻ മറ്റേ ഷോ ഇന്നാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഷോ ചെയ്യുന്ന ആളാണ്. എനിക്ക് കാരണം ടൈമിന്റെയും കൂടിയുള്ള ഇതുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പം സ്റ്റാർ സിംഗർ ഇന്നലെ ആയിരുന്നു ഷൂട്ട്. ഇന്നലെ രാവിലെയാണ് ഞാൻ എത്തിയത്. നേരെ സ്റ്റാർ സിംഗർ കയറി ചെയ്തു. നാളെ വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടെങ്കിൽ നാളെ വൈകുന്നേരം അവിടെ എത്തുന്നേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ട്
ചെയ്യുന്നതാണ് എന്റെ ഒരു പരിപാടി. ഞാൻ തലേദിവസം ഒരു റിഹേഴ്സൽ ഒന്നും വേണ്ടല്ലോ നമുക്ക്, കാരണം നമ്മളൊരു ആങ്കറാണ്. നമുക്കൊരു ഷോ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം വിഷ്ണു ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ ജസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ഫോർ വാട്ട് യു നീഡ്, അല്ലാതെ നേരത്തെ ഒന്ന് റിഹേഴ്സൽ ചെയ്യണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ലാലേട്ടൻ പെർട്ടിക്കുലറാണ്. ലാലേട്ടൻ അതിനു വേണ്ടി അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും, അതും നമ്മളൊരു ആങ്കർ മാത്രമാവില്ല, അതിനകത്ത് ആ കഥയുടെ ഭാഗമാവും. അതായത് ഞാൻ ഖത്തറിൽ ചെയ്തപ്പോ എനിക്കൊരു പോലീസ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് ലാലേട്ടനുമായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഈ പാട്ട് പാടുന്നതിനുള്ള സാധനത്തിന് വേണ്ടിയിട്ട് അതിന് മുമ്പുള്ള ഇൻട്രോ, ഇതെല്ലാം ലാലേട്ടൻ പെർട്ടിക്കുലർലി റിഹേഴ്സ് ചെയ്യും പറയും. കാരണം പുള്ളി സ്റ്റേജിനെ അത്രയും ഡിവൈനായിട്ട് കാണുന്ന ആളാണ്. ഇത് കാരണം ഞാൻ ഓസ്ട്രേലിയ പോകാൻ പറ്റിയിട്ടില്ല, ന്യൂസിലാൻഡ് പോയില്ല, UK ഷോ ചെയ്തു. കാരണം എനിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ എത്തി ഷോ ചെയ്തോളാം എന്നുള്ള. പക്ഷെ അത് പറ്റില്ല, പുള്ളിയുടെ അവിടെ ഉണ്ടാവണം. വിധുവൊക്കെ അഭിനയിച്ചില്ല അതിനകത്ത്. വിധുവൊക്കെ അഭിനയിക്കുന്ന വെച്ചാൽ അതിപ്പോ സാധാരണ വിധുവിന് പാട്ട് പാടാൻ എന്താ തലേദിവസം പോയി സ്റ്റേജ് റിഹേഴ്സൽ. ഇതല്ല, റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടാവും, വരും, ആ റിഹേഴ്സൽസ് ചെയ്യണം. അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അതുകൊണ്ട് എനിക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഡെഡിക്കേഷൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞ ഒരു ഹിന്ദിയിൽ നിന്ന് ഒരു ആക്ടർ വന്നു, ഷാറുഖ് ഖാൻ വന്നു. ഷാറുഖ് ഖാൻ നോസ് സ്റ്റേജ്. പുള്ളി ഇതൊന്നും ചെയ്യില്ല. പുള്ളിയുടെ സ്ഥിരം ഒരു 10 ആക്ഷൻസും ഇതൊക്കെ ചെയ്ത് ആൾക്കാരെ മുഴുവൻ കയ്യിലെടുത്ത് പുള്ളിയുടെ ഹിറ്റ് സാധനങ്ങളും വെച്ചിട്ട് പുള്ളി അങ്ങ് പോകും. ലാലേട്ടനോട് ചെയ്താൽ പോരെ. ലാലേട്ടൻ വന്ന് 3 ഡയലോഗും 2 പാട്ടും ഒന്ന് മുണ്ട് മടക്കി കുത്തി മീശയും പിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കും, മലയാളി ആഘോഷിക്കും. പക്ഷെ എന്തിനാ ഇല്ല, ആ ഡാൻസിന്റെ റിഹേഴ്സൽ ചെയ്ത്, ആ പാട്ടിന്റെ റിഹേഴ്സൽ ചെയ്ത്, അതിന്റെ സ്കിറ്റ് ഉണ്ട്, സ്കിറ്റിന്റെ ഫുൾ റിഹേഴ്സലും ചെയ്ത് എന്നിട്ടേ സ്റ്റേജിൽ കയറുന്നു. നമ്മളെല്ലാരും എത്തുന്നതിന് മുമ്പ് ഖത്തർ ഷോയിന് അവിടെ സ്റ്റേജിന്റെ പിറകിൽ ആദ്യം എത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. അപ്പോ നിങ്ങൾ ചോദിച്ച കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തവണ ഇങ്ങനെ അമേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതേ രീതിയിൽ ഞാനൊന്ന് പാരലായിട്ട് മമ്മൂക്കയെ പറ്റി പറഞ്ഞോട്ടെ, ഇതൊരു ബാലൻസിങ് ആക്ട്. ഞാനിപ്പോ ആനന്ദ് TV അവാർഡ് ചെയ്തു. ഞാൻ ഈ 2 പേരുടെയും കാര്യം നമ്മളെല്ലാരും കണ്ടു പഠിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമുക്ക് ആ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു മിനിമം 7 to 8 ടൈംസ് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവാർഡ് കൊടുക്കുന്നതിനും ഇന്ററാക്ട് ചെയ്യുന്നതിനും പാട്ടിന്റെ കാര്യങ്ങളിൽ വരാൻ MG ശ്രീകുമാറിന്റെ കൂടെ പാട്ട് പാടാനും ഒക്കെ വന്നിരുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർ വന്ന് അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ വാങ്ങുക, പോവുക, അത്രേ ഉള്ളൂ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവർ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കാർക്കെങ്കിലും ഇതിൽ എക്സ്ക്യൂസ് പറയാൻ പറ്റും? നമുക്കതിന് ഫുൾ ഓൺ ഇതായിരുന്നു. തലേ ദിവസം വൈകുന്നേരം ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുൾ ഷോ ഫ്ലോ അയച്ചു കഴിഞ്ഞു. ഞാൻ അത് ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞു, എടാ അതപ്പോ ഇവിടെ ഇതെന്താണ് നീ ചോദിക്കുക. ബിഷാരിറ്റി ഉണ്ടാവും, ബിഷാരിറ്റി എന്നെ ഹെൽപ്പ് ചെയ്യാൻ സേവ് ചെയ്യാൻ ആളുണ്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നമുക്ക് പണ്ടത്തെ നമുക്കാണെങ്കിൽ ഞാൻ പറയാൻ പേടിക്കുകയും കൂടി ചെയ്യും. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി സോവറാണ്, എല്ലാവരും കുറച്ചുകൂടി അടുത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേതാണ് അപ്പം തിരിച്ചൊരു ഇത് കേൾക്കണം, ഒരു ഇത് ഞാൻ പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സാധനമുണ്ട്. പിന്നെ നമ്മൾ ബ്ലാങ്ക് ആണ്. പക്ഷെ അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതാ അവിടെ പക്ഷെ അപ്പൊ അത് നിങ്ങളത് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാം എന്നുള്ളത് അത് ആ രീതിയിൽ ഷാർപ്പുമാണ്. പുള്ളിക്ക് ഇരുന്ന് എഴുതി വായിക്കണ്ടല്ലോ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഞാൻ പറഞ്ഞത് വെച്ചാൽ വേറെ ആരെയും പോലല്ല. ഒരു പ്രസംഗത്തിന് പോയി നിന്നാൽ ഒരു പേപ്പർ പോലും ഇല്ലാതെ ഗംഭീരമായി കൈയടി വാങ്ങുന്ന പ്രസംഗം ചെയ്യാൻ പറ്റുന്ന ആളല്ലേ മമ്മൂക്ക. ഞാൻ പറഞ്ഞത് അവിടെ ഉള്ള ഒരു സാധനത്തിനും പുള്ളിക്ക് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. അത് രണ്ടുപേരും രണ്ടു പോലെയാണ്. ഞാൻ പറഞ്ഞത് അത് ഇപ്പോ മമ്മൂക്ക പറയാറില്ലേ, ആക്ടിങ് വരുമ്പോ പുള്ളി പ്രിപ്പയർ ചെയ്യും. പുള്ളി ഒരു ക്യാരക്ടർ പ്രിപ്പയർ ചെയ്യണ കണ്ടിട്ടില്ലല്ലോ, നേരെ വന്ന് ചെയ്യുന്നല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോ ഇത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് സ്റ്റേജിലും. ഈ സ്റ്റേജ് ഞാൻ പറഞ്ഞ ഈ മോഹൻലാലിനുള്ള കൗതുകം പോലെ തന്നെ മമ്മൂക്ക എന്ന് അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ അയ്യോ, ഞാൻ വയ്യാതെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യത്തെ കോൾ വരുന്ന മമ്മൂക്കയുടെ തന്നെയാണ്. അതിൽ ആ ഒരു ഞാൻ പറഞ്ഞു ബാക്കി നടന്നാൽ ഞാൻ പറഞ്ഞ മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയാം കേട്ടോ, ബാക്കിയുള്ളവരുടെ കാര്യമല്ല പറയണം. ബാക്കി എന്നെ വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, അതല്ല പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ ആരാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ മമ്മൂക്കയാണ് വിളിച്ചത്. മോനെ നിനക്ക് എന്ത് പറ്റിയിടാന്ന് ചോദിച്ചത്. അത് അങ്ങനെ തന്നെയാണ്, അതിൽ ആ ഒരു സംശയമില്ല. വലിയേട്ടൻ മോഡ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. മമ്മൂക്കയുടെ കൂടെ എവിടെ പോയാലും അത് ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കും, പറയും. നമ്മുടെ ഈ കാര്യം കണ്ടിട്ട് ഇത് പറയുന്ന സാധനം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് മമ്മൂക്ക അത് ഭയങ്കര ഒബ്സർവ് ചെയ്ത് പറയും. മമ്മൂക്ക വളരെ കൃത്യമായിട്ട് ചിലത് ചോദിക്കും, ഒക്കെ ചെയ്യും. പിന്നെ ലാലേട്ടനെ ഒരിക്കൽ കണ്ടപ്പോൾ ലാലേട്ടൻ ചോദിച്ചേ,
ഇപ്പൊ നിനക്ക് വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഒരു മറ്റേ ഇത് ചെയ്തിരുന്നു, മറ്റേ വയറിങ്ങനെ അകത്തോട്ട് പിടിക്കുന്ന വയറ് കൊടുത്താൽ വെയിറ്റ് പറയില്ല എന്ന് പറയുമ്പോ മെഷീനിൽ കാണാനാന്ന് പറയുന്നത്. അപ്പൊ അത് പുള്ളി കണ്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലോ. ഇവർക്ക് ഇതിനൊക്കെ സമയമുണ്ടോ നമ്മൾ ചിന്തിക്കില്ലേ? മോഹൻലാലൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെ വളർത്തുന്ന വിധം ഇപ്പൊ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് അവരവരുടെ പാട്ടിന് വിടുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവരവരുടെ ലൈഫിൽ ഓരോരോ ലക്ഷ്യങ്ങൾ അവർ ചൂസ് ചെയ്യട്ടെ, അവരത് പൂർത്തീകരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ഒരു അച്ഛന്റെ. അത് നമ്മൾ തീർച്ചയായിട്ടും പാടാക്കേണ്ട ഒരു കാര്യമല്ലേ? അതാ പറഞ്ഞേ, ഓരോരുത്തരുടെ ഞാൻ ടു ഈച്ച് ഹിസ് ഓൺ ആണല്ലോ. അതെ നമുക്ക് എല്ലാവരെയും ഒരേപോലെ ജഡ്ജ് ചെയ്യാനോ അങ്ങനെ വളർത്തിയിട്ട് ഇവരിപ്പം താന്തോതികളായി പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുക? ഇത് നമുക്കതൊന്നും പറയാൻ പറ്റും. ഇവർ രണ്ടുപേരും നന്നായിട്ട് വന്നത് അതാ ലാലേട്ടനെ വളർത്തിയ രീതി തന്നെയായിരിക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും വളർന്ന സാഹചര്യങ്ങളുടെ ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ അതേസമയം ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരൻ വീട്ടില് എതിർത്ത് വന്നിട്ട് മക്കള് ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. ഞാൻ പറയുന്നത് കൺസേൺ ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വേണം? സത്യമായിട്ടും ആദ്യമായിട്ടല്ലേ ഒരുപക്ഷെ ഒരു നടന്റെ മകളുടെ ഇന്റർവ്യൂവിൽ ആ നടനും കൂടി വന്നിരിക്കുന്നു.